ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ തേർഡ് ചാപ്റ്ററിലെ 3 ടോപ്പിക്ക് 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ബ്ലഡും ബ്ലഡ് വെസൽസും ഹാർട്ടും, രക്തവും രക്തക്കുഴലും അതുപോലെ തന്നെ ഹൃദയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് നമ്മൾ പെൻഡിങ്ങിൽ വെച്ചൊരു പാർട്ടാണ് ഇത്, ക്രോസ് സെക്ഷൻ ഓഫ് ഹാർട്ട്. ഹൃദയത്തിൻ്റെ ആ നെടുകയുള്ള ഛേദവും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ആ ഭാഗങ്ങളുടെ ഒക്കെ ധർമ്മവും അതിൻ്റെ സ്ഥാനവും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 3.3 എടുക്കുക. അതിലുണ്ടാവും ഒരു ഹാർട്ടിന്റെ ക്രോസ് സെക്ഷന് ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ ക്ലാരിറ്റി പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ഈ പിക്ചർ ഒന്ന് എടുത്തു വെക്കുക. ഓൾ ഓഫ് യു പ്ലേസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഹാർട്ടിന്റെ ക്രോസ് സെക്ഷനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നുണ്ട് അല്ലേ? ആർട്ടറീസിനെയും വെയിനെയും, അതായത് ഒരുപാട് സിരിയും ധമനിയും ഒക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെയോ നമ്മുടെ ഹൃദയത്തിന്റെ അറകള്, 4 അറകൾ, 4 ചാമ്പേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാം. പിന്നെയോ കുറച്ച് വാൾസിനെയും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരു 3-4 വാളുകളെ കുറിച്ച്, വാളുകളുടെ പേര് നമുക്കിതിൽ പഠിക്കാനുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ആദ്യം തന്നെ ഈ ഓരോ പാർട്സിന്റെ പേര് ഒന്ന് ഫെമിലിയർ ആയിട്ട് വെക്കാം. ഫസ്റ്റ് വൺ സുപ്പീരിയർ വീന കവ. ഈ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സുപ്പീരിയർ വീന കവ ആൻഡ് ഇൻഫീരിയർ വീന കവ. ഈ രണ്ടിന്റെ സ്ഥാനം മനസ്സിലാക്കണം. സുപ്പീരിയർ മുകളിലും ഇൻഫീരിയർ താഴെയാണുള്ളത്. ഓക്കെ, അപ്പോൾ സുപ്പീരിയർ വീന കവ ആൻഡ് ഇൻഫീരിയർ വീന കവ, ഊർദ്ധ മഹാസിര അല്ലെങ്കിൽ ഊർദ്ധ മഹാസിര ആൻഡ് അധോ മഹാസിര. ഈ വീന കവ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. വീന കവ എന്ന് പറയുന്നതാണ് ദ 2 ലാർജ് വെയിൻസ് ആർ കോൾഡ് വീന കവ. 2 വലിയ വെയിൻസിനെയാണ് എന്ത് പറയുന്നത്? വീന കവ എന്ന് പറയുന്നത്. ആ 2 വെയിൻസ് ആണ് ഏതൊക്കെയാ? സുപ്പീരിയർ വീന കവ ആൻഡ് ഇൻഫീരിയർ വീന കവ. 2 മഹാസിരകളെയാണ് എന്ത് വിളിക്കുന്നത്? മഹാസിര. ഊർദ്ധ മഹാസിരയും അതുപോലെ തന്നെ അധോ മഹാസിരയാണ് എന്ത് വിളിക്കുന്നത്? മഹാസിരകൾ എന്ന് കൂട്ടി വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സിരകളുടെ ബ്ലഡ് ഫ്ലോ എങ്ങോട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ബോഡി പാർട്സിൽ നിന്ന് ബ്ലഡിനെ എങ്ങോട്ട് ക്യാരി ചെയ്യുന്ന ആളാണ് വെയിൻസ്. സിരകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്യാരി ബ്ലഡ് ടു ഹാർട്ട് അല്ലേ? നമ്മുടെ ഓരോ ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്നും ബ്ലഡിനെ ക്യാരി ചെയ്തിട്ട് എങ്ങോട്ടാണ് എത്തിക്കുന്നത്? ഹാർട്ടിലേക്ക് എത്തിക്കുന്ന ബ്ലഡ് വെസൽസ്, രക്തക്കുഴലാണ് അല്ലേ? ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് സിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 സിരകളെ കുറിച്ച് ഇവിടെ പഠിക്കാനുണ്ട്. ഊർദ്ധ മഹാസിരയും അതുപോലെ അധോ മഹാസിരയും, സുപ്പീരിയർ വീന കവ ആൻഡ് ഇൻഫീരിയർ വീന കവ. ആൻഡ് നെക്സ്റ്റ് പൾമണറി ആർട്ടറി, അതായത് ശ്വാസകോശ ധമനി. ഇതാണ് പൾമണറി ആർട്ടറി, ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പഠിച്ച ചാമ്പേഴ്സ്, ഹൃദയാറികൾ, വലത് ഏട്രിയവും വലത് വെൻട്രിക്കിളും, ഇടത് ഏട്രിയവും ഇടത് വെൻട്രിക്കിളും, റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളും, ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ട്രൈക്കസ്പിഡ് വാൾവ് ആൻഡ് ബൈക്കസ്പിഡ് വാൾവ്. പേര് നന്നായിട്ട് നോട്ട് ചെയ്യുക. ട്രൈക്കസ്പിഡ് വാൾവ് ആൻഡ് ബൈക്കസ്പിഡ് വാൾവ്. ആൻഡ് നെക്സ്റ്റ് പൾമണറി വാൾവ്. പൾമണറി വാൾവിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് നോക്കുക. ഈ പൾമണറി ആർട്ടറിന്റെ സ്റ്റാർട്ടിംഗ് പോലെ തന്നെയാണുള്ളത് പൾമണറി വാൾവ്. ആൻഡ് നെക്സ്റ്റ് അയോട്ടിക് വാൾവ്. അയോട്ടിക് വാൾവിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നോക്കുക. ആൻഡ് നെക്സ്റ്റ് അയേട്ട, മഹാധമനി. അതായത് ശ്വാസകോശ ധമനി വാൾവും മഹാധമനി വാൾവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കുക. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇതേപോലെ വരയ്ക്കാൻ വരില്ല, പക്ഷേ ഈ പിക്ചർ തന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും പാർട്സ് ചോദിക്കും. അതും പാർട്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഈ പൾമണറി ആർട്ടറി അടയാളപ്പെടുത്തുകയാണെങ്കിൽ ശ്വാസകോശ ധമനി അടയാളപ്പെടുത്താമെന്നുള്ള ചോദിക്കുക. ചിലപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്നിട്ടായിരിക്കും, അതേത് ഭാഗം നമ്മൾ അറിഞ്ഞു വെക്കണം, എന്നിട്ടായിരിക്കും നമുക്കത് അടയാളപ്പെടുത്താനുണ്ടാവുക. ഓക്കെ, അയേട്ട മഹാധമനിയും പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പൾമണറി ആർട്ടറിയും പൾമണറി വെയിൻസും, അതായത് ശ്വാസകോശ ധമനിയും ശ്വാസകോശ സിരയും റൈറ്റും ലെഫ്റ്റും ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും അല്ലേ? വലത് ശ്വാസകോശ ധമനിയും ഇടത് ശ്വാസകോശ ധമനിയും അതുപോലെ തന്നെ സിരകളെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ട കുറച്ച് പാർട്സ് ആണ് ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഈ ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻസും അതിൻ്റെ സ്ഥാനവും ഒക്കെ നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം ഈ പിക്ചർ നന്നായിട്ട് ഫെമിലിയർ ആയിട്ട് വെക്കണം. അതുപോലെ തന്നെ ഈ വാൾവ്സ്, ട്രൈക്കസ്പിഡ് വാൾവും ബൈക്കസ്പിഡ് വാൾവും, അതുപോലെ തന്നെ പൾമണറി വാൾവ്, ശ്വാസകോശ ധമനി വാൾവും മഹാധമനി വാൾവ്, അയോട്ടിക് വാൾവും കറക്റ്റായിട്ട് ആ പ്ലേസ് നോക്കി വെക്കണം. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്നും വെയിൻസ്, ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന 3 ബ്ലഡ് വെസൽസിനെ കുറിച്ച് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? സുപ്പീരിയർ വീന കവയും ഇൻഫീരിയർ വീന കവയും അതുപോലെ തന്നെ പൾമണറി വെയിൻസും. പൾമണറി വെയിൻസ് 2 ഉണ്ട്, ലെഫ്റ്റും ആൻഡ് റൈറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും.
ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ് ഊർധ്വമഹാസിരയും അധോമഹാസിരയും അതുപോലെ തന്നെ ശ്വാസകോശ സിരകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ടു ദ ഹാർട്ടാണ് എപ്പോഴും ഓർത്ത് വെക്കുക. ഹൃദയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ആളാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ആർട്ടറി, ധമനി എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ ശരീരഭാഗങ്ങളിലേക്കൊക്കെ രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ്, ബ്ലഡ് വെസലാണ് അല്ലേ. ഇറ്റ്സ് ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. ഓക്കെ, ആ ട്യൂവും ഫ്രമും മാറിപ്പോകരുത്. അപ്പോൾ ഇത് ഏതൊക്കെ ആർട്ടറി ധമനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? പൾമണറി ആർട്ടറി അതായത് ശ്വാസകോശ ധമനിയും ആൻഡ് മഹാധമനി അയട്ട. ഈ മഹാധമനിയാണ് എന്ത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് നമ്മുടെ ഈ ശരീരഭാഗങ്ങളിലേക്കുള്ള ബ്ലഡിന്റെ സപ്ലൈ നടത്തുന്ന ആരാണ്? അയട്ട, മഹാധമനിയാണ്. ഓക്കെ. ഈ ഹാർട്ടിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോയിങ്ങിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഫോർവേഡ് ഡയറക്ഷൻ ആണ്. വൺ ഡയറക്ഷൻ ആണ്. ഒറ്റ സ്ഥലത്തേക്ക് മാത്രമാണ് ആര് പോകുന്നത്? നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോയിങ്. ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ വാൾസിന്റെ ഈ വാൾവുകളുടെ മെയിൻ ഫംഗ്ഷൻ അതായത് ഈ വാൾവുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ടു കീപ് ബ്ലഡ് ഫ്ലോയിങ് ഫോർവേഡ് ഓൺലി. എന്താ അതിന്റെ ഏകദിശയിലേക്ക് രക്തത്തിന്റെ ഏകദിശയിലേക്ക് വൺ ഡയറക്ഷനിലേക്ക് മാത്രമുള്ള സഞ്ചാര പാത സഹായിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഈ വാൾവുകൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രിവെന്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് വാൾവിൻ്റെ. എന്താണ്? ഇറ്റ്സ് പ്രിവെന്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ ആ ബ്ലഡ് തിരിച്ചിങ്ങോട്ട് ഒഴുകുന്നത് അതിന്റെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ഈ വാൾവുകളാണ്. മനസ്സിലായല്ലോ? രക്തത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സഹായിക്കുന്നതും അതുപോലെ തന്നെ ഈ രക്തത്തിന്റെ തിരിച്ചുള്ള പ്രവാഹം തടയാൻ സഹായിക്കുന്നത് ആരാണ്? ഈ വാൾവുകളാണ്. അപ്പോൾ വാൾവുകളുടെ ഫംഗ്ഷൻ ക്ലിയർ ആണല്ലോ. നമുക്കിവിടെ 4 വാൾവുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 4 വാൾവുകളുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 വാൾവുകളുടെ ഫസ്റ്റ് വണ്ണാണ് ട്രൈക്കസ്പിഡ് വാൾവ്. വാൾവുകളിലെ ഫസ്റ്റ് വാൾവാണ് ഇത് ട്രൈക്കസ്പിഡ് വാൾവ്. ട്രൈക്കസ്പിഡ് വാൾവിന്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്? ഇൻ ബിറ്റ്വീൻ ദ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. എവിടെയാ? റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന വാൾവാണ് ട്രൈക്കസ്പിഡ് വാൾവ്. മാറിപ്പോകരുത് കേട്ടോ. വലത് ഏട്രിയത്തിന്റെയും വലത് വെൻട്രിക്കിളിന്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന വാൾവാണ് ഏത്? ട്രൈക്കസ്പിഡ് വാൾവ്. അപ്പോൾ എന്തായിരിക്കും ഈ ട്രൈക്കസ്പിഡ് വാൾവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ വാൾവുകളുടെ മൊത്തം ഫംഗ്ഷൻ പറഞ്ഞില്ലേ, സെയിം അത് തന്നെയാണ്. എന്താ? ഈ സിരകള് ഊർധ്വമഹാസിരയും അധോമഹാസിരയും ഒക്കെ വഹിച്ചുകൊണ്ട് വരുന്ന ബ്ലഡ് ആദ്യം എത്തുന്നത് എങ്ങോട്ടാണ്? റൈറ്റ് ഏട്രിയത്തിലേക്ക്. ഈ വീനക്കാവ വഹിച്ചുകൊണ്ട് വരുന്ന മഹാസിരകൾ വഹിച്ചുകൊണ്ട് വരുന്ന ബ്ലഡ് ആദ്യം എത്തുന്നത് എങ്ങോട്ടാണ്? റൈറ്റ് ഏട്രിയം, വലത് ഏട്രിയത്തിലേക്കാണ് ആദ്യം എത്തുന്നത്. അപ്പോൾ ഈ വലത് ഏട്രിയത്തിൽ ബ്ലഡ് നിറഞ്ഞിട്ട് ഈ വലത് ഏട്രിയം എന്ത് ചെയ്യും? ഒന്ന് കൺട്രാക്ട് ചെയ്യും, ഒന്ന് സങ്കോചിച്ചിട്ട് എന്താവും? ഈ ട്രൈക്കസ്പിഡ് വാൾവ് ഓപ്പൺ ആവും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ബ്ലഡ് നിറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ ഭാഗത്തേക്ക് എത്തണമല്ലോ. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ വലത് ഏട്രിയത്തിലെ ബ്ലഡ് ഫുള്ളായി കഴിഞ്ഞിട്ട് അതൊന്ന് കൺട്രാക്ട് ചെയ്തിട്ട് അത് നേരെ എങ്ങോട്ട് പോകും? ട്രൈക്കസ്പിഡ് വാൾവ് തുറന്നിട്ട് എവിടേക്ക് പോകും? റൈറ്റ് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിളിലേക്ക് എത്തും. ഓക്കെ അല്ലേ? അപ്പോൾ ട്രൈക്കസ്പിഡ് വാൾവിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ്സ് ഹെൽപ് ടു എൻറ്റർ ബ്ലഡ് ഫ്രം റൈറ്റ് ഏട്രിയം ടു റൈറ്റ് വെൻട്രിക്കിൾ. വലത് ഏട്രിയത്തിൽ നിന്ന് രക്തം വലത് വെൻട്രിക്കിളിലേക്ക് എത്താൻ സഹായിക്കുന്ന വാൾവാണ് ഏത്? ട്രൈക്കസ്പിഡ് വാൾവ്. ആൻഡ് ഇറ്റ്സ് പ്രിവെന്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. എന്താ? ഈ റൈറ്റ് വെൻട്രിക്കിളിലെ ബ്ലഡ്, അതായത് ഈ റൈറ്റ് ഏട്രിയത്തിലെ ബ്ലഡ് മുഴുവൻ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ട്രൈക്കസ്പിഡ് വാൾവ് ഓട്ടോമാറ്റിക്കലി അടയും. വലത് ഏട്രിയത്തിൽ നിന്ന് രക്തം മുഴുവനായിട്ടും വലത് വെൻട്രിക്കിളിൽ എത്തിയാൽ ട്രൈക്കസ്പിഡ് വാൾവ് അടയും, അത് ക്ലോസ് ആവും. അത് ക്ലോസ് ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ നിറഞ്ഞ ഈ ബ്ലഡ് വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറി പോകില്ലേ? അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആര്? നമ്മുടെ ഇവിടെയുള്ള ട്രൈക്കസ്പിഡ് വാൾവ്. ഇറ്റ്സ് പ്രിവെന്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. എന്താ? ഇങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ സഹായിക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ തിരിച്ചുള്ള ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നു, തടയുകയും ചെയ്യുന്നുണ്ട്. ആര്? ട്രൈക്കസ്പിഡ് വാൾവ്. ക്ലിയർ ആണല്ലോ? ട്രൈക്കസ്പിഡ് വാൾവ് അത് എവിടെയാണ് കാണപ്പെടുന്നത് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ, അതിന്റെ ധർമ്മം മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് സെക്കൻഡ് വണ്ണായ ബൈക്കസ്പിഡ് വാൾവ്. ഇതാണ് ബൈക്കസ്പിഡ് വാൾവ്. അപ്പോൾ ഈ ബൈക്കസ്പിഡ് വാൾവ് എവിടെ കാണപ്പെടുന്നത്? ഇൻ ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ട്രൈക്കസ്പിഡ് വാൾവും ബൈക്കസ്പിഡ് വാൾവും 2 ചാമ്പേഴ്സിന്റെ ഇടയിലായിട്ടാണ് കേട്ടോ. അത് മാറിപ്പോകരുത്, എളുപ്പമാണ് പഠിക്കാൻ. അപ്പോൾ ഇടത് ഏട്രിയത്തിന്റെയും ഇടത് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണപ്പെടുന്ന വാൾവാണ് ഏത്? ബൈക്കസ്പിഡ്
വാൾവ്. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ്സ് ഹെൽപ്പ് ടു എൻറ്റർ ബ്ലഡ് ഫ്രം ലെഫ്റ്റ് ഏട്രിയം ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. എന്താ? ഇടത് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് രക്തം ഇടത് വെൻട്രിക്കിൾ എത്താൻ സഹായിക്കുകയും അതുപോലെ തന്നെ അതിന്റെ തിരിച്ചുള്ള രക്തപ്രവാഹം തടയുകയും ചെയ്യുന്നു. ആൻഡ് പ്രിവെന്റ് ഇറ്റ്സ് ബാക്ക് ഫ്ലോ. മനസ്സിലായല്ലോ? ഏത് വാൾവ് ആണെങ്കിലും എന്താ, ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്കുള്ള ബ്ലഡിന്റെ സപ്ലൈക്ക് സഹായിക്കുന്നത്, അതുപോലെ തന്നെ അത് തിരിച്ച് വരുന്നത്, അതിന്റെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് പൾമണറി വാൾവ്. മൂന്നാമത്തെ വാൾവായ പൾമണറി വാൾവ്, അതായത് ശ്വാസകോശ ധമനി വാൾവ്. ശ്വാസകോശ ധമനി വാൾവ് എവിടെയാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം, നമ്മുടെ ഈ ഹാർട്ടിന്റെ ക്രോസ് സെക്ഷനില് ഇതാണ് ഏത്? പൾമണറി ആർട്ടറി, അതായത് ശ്വാസകോശ ധമനി. നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ച ശ്വാസകോശ ധമനിയാണിത്. അപ്പൊ ഈ ശ്വാസകോശ ധമനിയുടെ, അതായത് ഈ പൾമണറി ആർട്ടറിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ, തുടക്കത്തിൽ തന്നെ കാണപ്പെടുന്ന വാൾവാണ് ഏത്? പൾമണറി വാൾവ്, അതായത് ശ്വാസകോശ ധമനി വാൾവ്. അപ്പൊ ശ്വാസകോശ ധമനി വാൾവ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് തരേണ്ട, അതിന്റെ ആൻസർ എവിടെയാണ്? ശ്വാസകോശ ധമനിയുടെ ആരംഭത്തിൽ കാണപ്പെടുന്ന വാൾവ്. എവിടെ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് പൾമണറി ആർട്ടറി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വെയിൻസ്, വീനക്കാവെല്ലാം മഹാചരികളെല്ലാം വഹിച്ചുകൊണ്ടിരുന്ന ബ്ലഡ് ആദ്യം എത്തുക എവിടെയായിരിക്കും? റൈറ്റ് ഏട്രിയത്തിൽ, വലത് ഏട്രിയത്തിലേക്ക്. അത് പിന്നെ എങ്ങോട്ട് പോകും? റൈറ്റ് വെൻട്രിക്കിൾ എത്തുമെന്ന് പറഞ്ഞു. വലത് വെൻട്രിക്കിളിൽ നിന്ന് പിന്നെ ബ്ലഡിന്റെ ഫ്ലോ എങ്ങോട്ടേക്കാണ്? ഈ പൾമണറി വാൾവ്, ശ്വാസകോശ ധമനി വാൾവ് ഓപ്പൺ ചെയ്തിട്ട് അത് എങ്ങോട്ടാണ് പോവുക? ശ്വാസകോശ ധമനിയിലേക്ക്, പൾമണറി ആർട്ടറിയിലേക്കാണ് ഈ ബ്ലഡ് പോകുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്കിത് ഒരു ഫ്ലോ ചാർട്ട് വഴി പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതലൊന്ന് ക്ലിയർ ആവും. അപ്പം ഞാൻ ഈ പിക്ചറിലൂടെ മനസ്സിലാക്കി തരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പൾമണറി വാൾവ് തുറന്നിട്ട് എങ്ങോട്ടെത്തും? പൾമണറി ആർട്ടറിയിലേക്ക് എത്തും. വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം ശ്വാസകോശ ധമനി വാൾവ് തുറന്നിട്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും ഇങ്ങനെ ആരോ മാർക്ക്, അത് ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ആണ്, രക്തത്തിന്റെ ദിശയാണ് കാണിക്കുന്നത്, രക്തത്തിന്റെ ഒഴുക്കിന്റെ ദിശ. അപ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പൾമണറി ശ്വാസകോശ ധമനി വാൾവ് തുറന്നിട്ട് എങ്ങോട്ട് എത്തും? ശ്വാസകോശ ധമനിയിലേക്ക് എത്തും. അപ്പോൾ പൾമണറി വാൾവ്, ശ്വാസകോശ ധമനി വാൾവ് എവിടെയാണ് കാണപ്പെടുന്നതെന്നും അതുപോലെ അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ്സ് ഹെൽപ്പ് ടു എൻറ്റർ ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു പൾമണറി ആർട്ടറി. അതായത് ഇവിടെ നിറഞ്ഞ ബ്ലഡ് നേരെ എങ്ങോട്ട് പോകാൻ സഹായിക്കും? ഇങ്ങോട്ട് എത്താൻ. റൈറ്റ് വെൻട്രിക്കിൾ നിറഞ്ഞ ബ്ലഡ് നേരെ എങ്ങോട്ട് പോകാൻ സഹായിക്കും? പൾമണറി ആർട്ടറിയിലേക്ക് എത്താൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം എങ്ങോട്ടെത്താനാണ് സഹായിക്കുന്നത്? ശ്വാസകോശ ധമനിയിലേക്ക് എത്താൻ സഹായിക്കുന്ന വാൾവാണ് ഇത്? ശ്വാസകോശ ധമനി വാൾവ്. അതുപോലെ തന്നെ എന്താണ്? അതിനെ തിരിച്ചുള്ള ഒഴുക്ക് നിർത്തലാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ വാൾവാണ് ഇത്? അയോട്ടിക് വാൾവ് അഥവാ മഹാധമനി വാൾവ്. അപ്പൊ ഈ മഹാധമനി വാൾവ് എവിടെയാണ് കാണപ്പെടുന്നത്? ഇതാണ് മഹാധമനി അല്ലെ? അയോട്ടിക് വാൾവ് എവിടെയാണ് കാണുന്നത്? ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് അയോട്ട. ഈ പേരിൽ തന്നെ ഉണ്ടാവും അതിന്റെ ആൻസർ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കാണാം. എവിടെ? ശ്വാസകോശ ധമനി വാൾവിന്റെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് ആരുള്ളത്? മഹാധമനി വാൾവ് ഉള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ മഹാധമനി വാൾവ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതാ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന്, ഇടത് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടിക് വാൾവ്, മഹാധമനി വാൾവ് തുറന്നിട്ട് ബ്ലഡ് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? മഹാധമനിയിലേക്ക്. അപ്പൊ ഇത് നമുക്കൊരു കറക്റ്റ് ആയിട്ടൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ. സർക്കുലേഷൻ ഓഫ് ബ്ലഡിനെ കുറിച്ചാണ് അല്ലെ? രക്തപര്യനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം അതിന്റെ ഓരോ ഭാഗങ്ങൾ, എന്താ ഹാർട്ടിനെ കുറിച്ചും ബ്ലഡിനെ കുറിച്ചും ബ്ലഡ് വെസൽസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ രക്തപര്യനത്തിൽ, ബ്ലഡ് സർക്കുലേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ആരൊക്കെയുണ്ട്? ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട് അല്ലേ? രക്തവും രക്തക്കുഴലും അതുപോലെ തന്നെ ഹൃദയം പങ്കെടുക്കുന്നെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെല്ലാം പുറമെ വേറൊരാളുടെ സജീവ സാന്നിധ്യം കൂടെ വേണം നമ്മുടെ ഈ രക്തപര്യന വ്യവസ്ഥയ്ക്ക്, നമ്മുടെ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരാളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആര്? ലങ്സ്, നമ്മുടെ ശ്വാസകോശം. ശ്വാസകോശം നമ്മുടെ ഈ രക്തപര്യന വ്യവസ്ഥയിൽ സഹായിക്കുന്നുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ലങ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വെയിൻസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഓരോ ബോഡി പാർട്സിൽ നിന്നും ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തിക്കുകയാണ് അല്ലേ? സിരകൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ നിന്നും രക്തം എങ്ങോട്ടാണ് എത്തിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതാണെന്ന് പറഞ്ഞു.
അപ്പോൾ അതിനുള്ള 2 വെയിൻസിന് ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, മഹാസിരകൾ, ഊർധ്വ മഹാസിരയും അതുപോലെ തന്നെ അധോ മഹാസിരയും. സുപ്പീരിയർ വീന കാവയും ഇൻഫീരിയർ വീന കാവയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലുള്ള ഓരോ പാർട്സിൽ നിന്നും ബ്ലഡ് എവിടേക്ക് എത്തിക്കുന്നത്, ഹാർട്ടിലേക്ക്, ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവർ ക്യാരി ചെയ്യുന്ന ബ്ലഡ്, ഈ വീനക്കാവ ക്യാരി ചെയ്യുന്ന ഈ മഹാസിരകൾ വഹിച്ചുകൊണ്ട് വരുന്ന ബ്ലഡ് എങ്ങനത്തെ ബ്ലഡാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡാണ്. നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ ഈ ബോഡി പാർട്സിൽ, നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളിൽ നിന്നാണ് എന്ത് ഈ വെയിന് സിരകൾ രക്തം എത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും ഒരുപാട് മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒക്കെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സിരകൾ വഹിച്ചുകൊണ്ട് വരുന്ന ബ്ലഡിൽ എന്തിൻ്റെ അളവ് കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ സിരകൾ ഊർധ്വ മഹാസിരയും അധോ മഹാസിര, ഇൻഫീരിയർ വീനാകാവയും സുപ്പീരിയർ വീനാകാവയും ഒക്കെ ക്യാരി ചെയ്യുന്ന ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടന്റ് റിച്ച് ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ള ബ്ലഡാണ് ഈ മഹാസിരകൾ വഹിച്ചുകൊണ്ട് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് വഴി നിങ്ങൾക്ക് എല്ലാ പാർട്സിനെ പറ്റി ക്ലിയർ ആയും, അതുപോലെ തന്നെ ബ്ലഡ് നമ്മുടെ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ലങ്സ് എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും ക്ലിയർ ആവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബോഡി പാർട്സിൽ നിന്ന് ബ്ലഡ് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന CO2 കലർന്ന ബ്ലഡ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ്, വീനക്കാവ, മഹാസിരകൾ. അപ്പോൾ ഈ വീനക്കാവ എന്ന് പറയുമ്പോൾ 2 വീനക്കാവേനെ ഓർമ്മ വരണം കേട്ടോ. 2 ലാർജ് വെയിൻസ് ആയ ഇൻഫീരിയർ വീനാകാവയും സുപ്പീരിയർ വീനാകാവയും ഓർത്ത് വെക്കണം. മഹാസിരികൾ എന്ന് പറയുമ്പോൾ 2 എണ്ണം, ഊർധ്വ മഹാസിരിയും അധോ മഹാസിരിയും. അപ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ ബ്ലഡ്, രക്തം വീനാകാവ, മഹാസിരകൾ എത്തിക്കുന്നു. നേരെ എങ്ങോട്ടാണ് പോകുന്നത്, റൈറ്റ് ഏട്രിയം, വലത് ഏട്രിയത്തിലേക്കാണ് എത്തുന്നത്. ഓക്കെ. അപ്പോൾ സിരകൾ വഹിച്ചുകൊണ്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ള രക്തം ആദ്യം എത്തുന്നത് എങ്ങോട്ടാണ്, വലത് ഏട്രിയത്തിലേക്കാണ്. അപ്പോൾ ഈ വലത് ഏട്രിയത്തിലെ ബ്ലഡ് നിറഞ്ഞിട്ട് വലത് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ഒന്ന് കൺട്രാക്ട് ചെയ്യും. ബ്ലഡ് നിറഞ്ഞ രക്തം നിറഞ്ഞിട്ട് ഒന്ന് സങ്കോചിക്കും. അപ്പോൾ സങ്കോചിക്കുമ്പോൾ ട്രൈക്കസ്പിഡ് വാൾവ് ഓപ്പൺ ആകും. ആ വാൾവൊക്കെ നോക്കണം കേട്ടോ. ട്രൈക്കസ്പിഡ് വാൾവ് ഓപ്പൺ ചെയ്തിട്ട് അത് എങ്ങോട്ട് പോകും, റൈറ്റ് വെൻട്രിക്കിളിൽ, വലത് വെൻട്രിക്കിളിലേക്ക് എത്തും. ക്ലിയർ ആണല്ലോ. പിന്നെ ഈ വലത് വെൻട്രിക്കിളിൽ നിന്ന് പിന്നെ എങ്ങോട്ടാ പോവുക, പൾമണറി വാൾവ്, അതായത് ശ്വാസകോശ ധമനി വാൾവ് ഓപ്പൺ ആയിട്ട് എങ്ങോട്ടെത്തും, ശ്വാസകോശ ധമനി, പൾമണറി ആർട്ടറിയിലേക്ക് എത്തും. അപ്പോൾ വാൾവ് നമ്പർ 1 ഇവിടെ ഉണ്ട്, പിന്നെയോ സെക്കൻഡ് ഇവിടെ ഉണ്ട്, പൾമണറി വാൾവ്, ശ്വാസകോശ ധമനി വാൾവ് അല്ലേ. എവിടെയാണ് കാണപ്പെടുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് പൾമണറി ആർട്ടറി. ശ്വാസകോശ ധമനി വാൾവ് എവിടെ കാണപ്പെടുന്നത്, ശ്വാസകോശ ധമനിയുടെ ആരംഭത്തിൽ. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ, ഇതിന്റെ ധർമ്മം നമുക്ക് ഈ ഫ്ലോ ചാർട്ട് ഈസി ആയിട്ട് പഠിച്ചൂടെ. വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം എങ്ങോട്ട് ഒഴുകാൻ സഹായിക്കും, ശ്വാസകോശ ധമനിയിലേക്ക് ഒഴുകാൻ സഹായിക്കും. അത് ഞാൻ ഒന്നുകൂടി പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൾമണറി വാൾവ് എന്തായിരിക്കും ഫംഗ്ഷൻ, എങ്ങനെയായിരിക്കും ഇതിന്റെ ബ്ലഡ് ഫ്ലോ, ഇറ്റ്സ് ഹെൽപ് ടു എൻ്റർ ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു pulmonary artery and prevent the backward flow of blood. ക്ലിയർ ആണല്ലോ. ഇനി പൾമണറി ആർട്ടറിയിൽ നിന്ന്, ശ്വാസകോശ ധമനിയിൽ നിന്ന് രക്തം നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ലങ്സിലേക്ക്, ശ്വാസകോശത്തിലേക്ക്. അപ്പോൾ ഈ പൾമണറിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്, ലങ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ആ പേര് ഓർത്ത് വെക്കുക. പൾമണറി കേൾക്കുമ്പോൾ എന്താണ്, അത് ലങ്സുമായിട്ട്, ശ്വാസകോശമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ശ്വാസകോശ ധമനിയിൽ നിന്ന് രക്തം നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ശ്വാസകോശത്തിലേക്കാണ്. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞ ഈ ഫ്ലോ ചാർട്ട് ഇതാ ഇവിടെ ശ്വാസകോശ ധമനി എത്തുന്നവരെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡ് ആണല്ലോ എല്ലായിടത്തും ഉള്ളത്. ഓക്കെ. ഇവിടെയൊക്കെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ ബ്ലഡാണ് എവിടേക്ക് എത്തുന്നത്, ശ്വാസകോശത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ രക്തം ശ്വാസകോശത്തിലേക്ക് പോകാൻ കാരണം എന്താണ്, ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള രക്തം ശ്വാസകോശത്തിലെത്തി അവിടുന്ന് പ്യൂരിഫിക്കേഷൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഓക്സിജൻ കണ്ടന്റ് കൂടിയ ബ്ലഡാണ് തിരിച്ച് സപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം ശ്വാസകോശത്തിലെത്തുകയും അവിടെ നിന്ന് ശുദ്ധീകരണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ കലർന്ന ബ്ലഡാണ് തിരിച്ചു വരുന്നത്. ഇവിടെ വരെ കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡ് ആണെങ്കിൽ ലങ്സിന് ശേഷം, ശ്വാസകോശത്തിന് ശേഷം പുറത്തു വരുന്ന ഏതാണ്, ഓക്സിജന്റെ അളവ് കൂടിയ രക്തമാണ്. അപ്പോൾ ഓക്സിജന്റെ അളവ് കൂടിയ രക്തം ആദ്യം വന്ന് സ്വീകരിക്കുന്ന ആരാണ്, പൾമണറി വെയിൻസ്, അതായത് ശ്വാസകോശ സിരയാണ്. അല്ലേ, പൾമണറി ആർട്ടറിയും പൾമണറി വെയിൻസും ലങ്സും ശ്വാസകോശത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ഭാഗങ്ങളാട്ടോ ഇത്.
ശ്വാസകോശ ധമനിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡ് ശ്വാസകോശത്തിൽ എത്തുകയും അവിടെ നിന്ന് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ട് ഓക്സിജൻ കലർന്ന രക്തം ശ്വാസകോശ സിര ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. പൾമണറി ആർട്ടറിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ലങ്സിൽ എത്തുകയും ലങ്സിൽ നിന്ന് പ്യൂരിഫിക്കേഷൻ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ റിച്ച് ആയ ബ്ലഡ് ആരാണ് ആദ്യമായിട്ട് ക്യാരി ചെയ്യുന്നത്? നമ്മുടെ പൾമണറി വെയിൻസ്, അതായത് ശ്വാസകോശ സിരയാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് എന്താ ഓക്സിജൻ കലർന്ന ബ്ലഡ് പിന്നെ നേരെ പോകുന്ന ഏത് ചാമ്പറിലേക്കാണ്? ലെഫ്റ്റ് ഏട്രിയം, അതായത് ഇടത് ഏട്രിയത്തിലേക്കാണ് എന്താ ഓക്സിജൻ റിച്ച് ബ്ലഡ് എത്തുന്നത്. ഇടത് ഏട്രിയത്തിലേക്കാണ് പിന്നെന്താ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്നത്. പിന്നെ അവിടുന്ന് എന്താവും? ബൈക്കസ്പിഡ് വാൾവ് തുറന്നിട്ട് എങ്ങോട്ട് പോകും? ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തും. പിന്നെ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആര് സ്റ്റാർട്ട് ചെയ്യും? അയോട്ടിക് വാൾവ്, മഹാധമനി വാൾവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ മഹാധമനി വാൾവ് തുടങ്ങിയിട്ട് എവിടേക്കാണ് പോകുന്നത്? രക്തം മഹാധമനിയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഈ മഹാധമനിയാണ് ശുദ്ധരക്തം നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴല് ആരാണ്? നമ്മുടെ മഹാധമനിയാണ്. ഏറ്റവും വലിയ ധമനി മഹാധമനിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഓരോ ശരീരഭാഗങ്ങൾക്കും ഓക്സിജന്റെ അളവ് കൂടിയ രക്തം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ അയോട്ടിക് വാൾവ് ഇതാ മഹാധമനി വാൾവ്. മഹാധമനി വാൾവ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് അയോട്ട, മഹാധമനിയുടെ തുടക്കത്തിൽ കാണപ്പെടുന്ന വാൾവാണ് ഏത്? മഹാധമനി വാൾവ്. ഓക്കെ, അത് എന്താണ് സഹായിക്കുന്നത്? ഇറ്റ്സ് ഹെൽപ്പ് ടു എൻ്റർ ബ്ലഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു അയോട്ട, അതായത് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം മഹാധമനിയിലേക്ക് കയറാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ തിരിച്ചൊഴുക്ക് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, തടയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാ പൾമണറി വാൾവ്, പൾമണറി വാൾവും അതുപോലെ തന്നെ അയോട്ടിക് വാൾവും ശ്വാസകോശ ധമനി വാൾവും മഹാധമനി വാൾവും എന്താണ്? ഈ വലത് വെൻട്രിക്കിളിൽ നിന്നും ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ് പോകുന്നത്. അതിൻ്റെ ബ്ലഡ് ഫ്ലോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ശ്വാസകോശ ധമനി വാൾവും അതുപോലെ തന്നെ മഹാധമനി വാൾവും രണ്ട് വെൻട്രിക്കിളിന് ശേഷമാണ് തുടങ്ങുന്നത്. രണ്ട് വെൻട്രിക്കിളിന് ശേഷം എങ്ങോട്ടാണ്? ഒന്ന് ശ്വാസകോശ ധമനിയിലേക്ക്, ഒന്ന് മഹാധമനിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം ക്ലിയർ ആയിരിക്കും ഈ രണ്ട് വാൾവുകളും. മറ്റേത് രണ്ട് വാൾവുകളും രണ്ട് ചാമ്പേഴ്സിൻ്റെ ഇടയിലാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ വാൾവ്, ഈ രണ്ട് വാൾവ് ശ്വാസകോശ ധമനി വാൾവും അതുപോലെ തന്നെ മഹാധമനി വാൾവും എന്താണ്? രണ്ട് വെൻട്രിക്കിളിൻ്റെ വലത് വെൻട്രിക്കിളിൻ്റെയും ഇടത് വെൻട്രിക്കിളിൻ്റെയും ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മഹാധമനി എത്തിയ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ്, ഓക്സിജന്റെ അളവ് കൂടിയ ശുദ്ധരക്തം നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളിലേക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളിലേക്ക് കൊടുത്തിട്ട് അവിടുന്ന് പിന്നെന്താവും? വേറെ കുറേ പ്രോസസ്സൊക്കെ വഴി അവിടെ എന്താവും? കാർബൺ ഡൈ ഓക്സൈഡ് രൂപം കൊള്ളും. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ വീണ്ടും ആര് വന്ന് സ്വീകരിക്കും? വീന കാവ വന്ന് സ്വീകരിക്കും. എന്നിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും, ഒരു സൈക്കിൾ പോലെ. അതാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ശുദ്ധരക്തം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തും. പിന്നെ അവിടെ നിന്ന് വീണ്ടും എന്താവും? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. അപ്പോൾ ആര് വരും? മഹാസിരകൾ വീണ്ടും വന്നിട്ട് ഈ ബ്ലഡിനെ ക്യാരി ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഹാർട്ടിൻ്റെ ക്രോസ് സെക്ഷനും അതിൻ്റെ ഓരോ പാർട്സും അതുപോലെ തന്നെ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാത്വേ ഒരു ഫ്ലോ ചാർട്ടായിട്ടും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് വഴി നിങ്ങൾക്ക് എഴുതിയാൽ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു നോക്കാം. നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ? ഹാർട്ടിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഏതൊക്കെ? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ ഏതൊക്കെയാണെന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് ആദ്യം അറിയാം എന്താണ്? വെയിൻസ്, സിരകളാണ് എന്താ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ സിരകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്? വീനക്കാവ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? സുപ്പീരിയർ വീനക്കാവ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ. വീനക്കാവ എന്ന് പറയുമ്പോൾ ഡൗട്ട് വരരുത് കേട്ടോ, മഹാസിരകൾ. പിന്നെയോ ശ്വാസകോശ സിര, അതായത് പൾമണറി വെയിൻസ്. 3 സിരയെ പറ്റി നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഊർദ്ധ മഹാസിര, അധോ മഹാസിര ആൻഡ് ശ്വാസകോശ സിര. സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ ആൻഡ് പൾമണറി വെയിൻസ്. ഇത് 3ഉമാണ് എന്ത്? ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ ഇത് വന്നു ചേരുന്ന എന്താ ഹാർട്ടിൻ്റെ ചാമ്പേഴ്സും ചോദിക്കും. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് പറഞ്ഞൂടെ? വീനക്കാവ ആദ്യം എത്തുന്നത് എങ്ങോട്ടാ? റൈറ്റ് ഏട്രിയത്തിലേക്ക്. അതുപോലെ തന്നെ പൾമണറി വെയിൻസ് ആദ്യം എത്തുന്നത് എങ്ങോട്ടാണ്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്കും. പിന്നെ
എല്ലാ ധമനികളും ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? അതായത് എല്ലാ ആർട്ടറീസും ക്യാരി ചെയ്യുന്നത് എന്താ, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇത് ശരിയാണോ തെറ്റാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫാൾസ്? എന്താണ്? ഫോൾസ് ആണ് അല്ലേ? കാരണം എന്താണ്, അയട്ട മാത്രമാണ് എന്ത്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. എന്നാൽ പൾമണറി ആർട്ടറിയോ ക്യാരി ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്. എന്താ, ശ്വാസകോശ ധമനി എന്താ ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. എന്നാൽ അയട്ട ക്യാരി ചെയ്യുന്നത് എന്താണ്, ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ്. മനസ്സിലായല്ലോ? ശ്വാസകോശ ധമനി അശുദ്ധ രക്തവും മഹാധമനി എന്താണ്, ശുദ്ധരക്തവുമാണ് വഹിച്ചുകൊണ്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഓട് വണ്ണായിട്ട് ഇങ്ങനെ ചോദിക്കും, എന്താ, ഊർദ്ധ മഹാസിര, അധോ മഹാസിര, ശ്വാസകോശ സിര, ഈ 3 പേരും തരും. അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, എന്താ, സെലക്ട് ദ ഓഡ് വൺ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിൽ ഏതായിരിക്കും ഒറ്റപ്പെട്ടത്? ഏതായിരിക്കും? ശ്വാസകോശ സിരയായിരിക്കും. അതിന് കാരണം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കാരണം ബാക്കിയുള്ള 2 സിരയും കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന അശുദ്ധ രക്തമാണ് കൊണ്ടുപോകുന്നത്. ശ്വാസകോശ സിര എന്താ ചെയ്യുന്നത്, ശുദ്ധരക്തത്തെയാണ് വഹിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ? എന്താ, സുപ്പീരിയർ വീന കാവയും ഇൻഫീരിയർ വീന കാവയും അതുപോലെ തന്നെ പൾമണറി വെയിൻസ്, ഇതാണ് തരിക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെലക്ട് ദ ഓഡ് വൺ, ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ പറയും. അപ്പോൾ അത് ആരെയൊക്കെ ഒറ്റപ്പെട്ടത്, പൾമണറി വെയിൻസ്. എന്താ, പൾമണറി വെയിൻസ് ദാറ്റ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. പക്ഷെ ബാക്കിയോ, വീന കാവ എന്താ ചെയ്യുന്നത്, ഇറ്റ്സ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഓരോ വാൾസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക്, ഓരോ വാൾസ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ ബ്ലഡ് ഫ്ലോ എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് ഈ ഫ്ലോ ചാർട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 4 വാൾവുകളും അതിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ അതിൻ്റെ ബ്ലഡ് ഫ്ലോ ഡയറക്ഷനും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ രക്തപ്രവാഹ ദിശയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ടേബിളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിൾ ഒന്നുമില്ല, നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ എഴുതിയാലും മതി. ഓക്കെ. ഫസ്റ്റ് വൺ ട്രൈക്കസ്പിഡ് വാൾവ്, അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, ബിറ്റ്വീൻ. ഇങ്ങനെ എഴുതിയാൽ ബിറ്റ്വീൻ നാട്ട് വായിക്കുക. ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ, വലത് ഏട്രിയത്തിൻ്റെയും വലത് വെൻട്രിക്കിളിൻ്റെ ഇടയിൽ. പിന്നെ ബ്ലഡ് ഫ്ലോ ഡയറക്ഷൻ, പ്രവാഹ ദിശ എങ്ങോട്ടാണ്, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്താൻ സഹായിക്കുന്നു. പിന്നെയോ ഇതിൻ്റെ ബാക്ക് ഫ്ലോ, ഞാനിങ്ങനെ തിരിച്ച് ആരോ മാർക്ക് ഇട്ട് തെറ്റിട്ട് എന്താണ്, അതിൻ്റെ തിരിച്ചുള്ള ബ്ലഡ് ഫ്ലോ തടയുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ബൈക്കസ്പിഡ് വാൾവ്, പൊസിഷൻ എവിടെയാണ്, ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. എവിടെയാണ്, ഇടത് ഏട്രിയത്തിൻ്റെയും ഇടത് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ടാണ് ബൈക്കസ്പിഡ് വാൾവ്. ആൻഡ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്താനും അതുപോലെ തന്നെ അതിൻ്റെ തിരിച്ചുള്ള ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് തേർഡ് വൺ പൾമണറി വാൾവ്, ശ്വാസകോശ ധമനി വാൾവ്. എവിടെയാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് പൾമണറി ആർട്ടറി. ഏതാ, ശ്വാസകോശ ധമനിയുടെ ആരംഭത്തിൽ. ശ്വാസകോശ ധമനിയുടെ ആരംഭത്തിലാണ് ആര് കാണപ്പെടുന്നത്, ശ്വാസകോശ ധമനി വാൾവ് കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലഡ് ഫ്ലോ എങ്ങോട്ടായിരിക്കും, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന്, അതായത് വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പൾമണറി ആർട്ടറിയിലേക്ക് കയറാൻ സഹായിക്കുന്നുണ്ട്. വലത് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടാ, ശ്വാസകോശ ധമനിയിലേക്ക് കയറാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തിരിച്ചുള്ള രക്തപ്രവാഹം തടയുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ അയോട്ടിക് വാൾവ്, മഹാധമനി വാൾവ്. എവിടെയാണ് പൊസിഷൻ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് അയോട്ട. പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, 2 വാൾവിൻ്റെയും കുറിച്ച് പഠിക്കാൻ. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് അയോട്ട മഹാധമനിയുടെ ആരംഭത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ രക്തപ്രവാഹ ദിശയോ, ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു അയോട്ട. എങ്ങോട്ടാ, ഇടത് വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനിയിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ തിരിച്ചുള്ള ബ്ലഡിൻ്റെ ഡയറക്ഷൻ, ബ്ലഡിൻ്റെ ഫ്ലോ തടയുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരിക, എപ്പോഴും ഡൗട്ട് വരിക ഈ പൾമണറി വാൾവും അയോട്ടിക് വാൾവും ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ പഠിച്ചാൽ മതി, എന്താണ്, ഈ രണ്ട് വാൾവുകളും എവിടെ നിന്നാണ് പോകുന്നത്, 2 വെൻട്രിക്കിളിൻ്റെ ഇടയിലാണ്. ഒരാൾ റൈറ്റ് വെൻട്രിക്കിളും ഒരാൾ ലെഫ്റ്റ് വെൻട്രിക്കിളും. പിന്നെ ഇങ്ങോട്ടാണ് ഇതിൻ്റെ പേരുള്ള ആളിലേക്ക്, ഈ വാൾവ് ഏത് പേരിലാണ് വരുന്നത് ആ പേരിനടുത്തേക്കാണ് ഇത് പോകുന്നത്. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡബിൾ സർക്കുലേഷൻ, അതായത് ദ്വിപര്യനം. അപ്പോൾ നമ്മൾ രക്തപര്യനത്തിൽ ബ്ലഡ് സർക്കുലേഷനിൽ പറഞ്ഞു, എന്താ, നമ്മുടെ ഓരോ ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്ന്, ശരീര അവയവങ്ങളിൽ നിന്ന് എങ്ങോട്ടാ, ഹൃദയത്തിലേക്ക്, ഹാർട്ടിലേക്ക് രക്തം ഒഴുകുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ച്, ഹൃദയത്തിൽ നിന്ന് തിരിച്ച് ഓരോ അവയവങ്ങളിലേക്കും രക്തം ഫ്ലോ ചെയ്യുന്നെന്ന് പറഞ്ഞു, ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ആവാൻ, ഒരു രക്തപര്യനം പൂർണ്ണമായിട്ട് നടക്കുമ്പോൾ
ഏകദേശം അതേ അളവ് രക്തം 2 തവണ നമ്മുടെ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നുണ്ട്. മനസ്സിലായോ? ഒരു സർക്കുലേഷൻ, ഒരു രക്തപര്യനം പൂർത്തിയാക്കണമെങ്കിൽ ഒരേ അളവ് രക്തം 2 തവണ നമ്മുടെ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യരിൽ എന്തെന്ന് പറയുന്നത്, രക്തപര്യനത്തെ ഡബിൾ സർക്കുലേഷൻ, ദ്വിപര്യനം എന്ന് വിളിക്കുന്നത്. ഒരേ അളവ് രക്തം 2 തവണ നമ്മുടെ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നുണ്ട്. എപ്പോൾ? രക്തപര്യനം നടക്കുമ്പോൾ. അതുകൊണ്ടാണ് മനുഷ്യരിലെ രക്തപര്യനത്തെ എന്തെന്ന് വിളിക്കുന്നത്, ദ്വിപര്യനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ഫ്ലോസ് ഫ്രം ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി ആൻഡ് വൈസ് വേഴ്സ. ഇറ്റ് പാസസ് ട്വൈസ് ത്രൂ ദ ഹാർട്ട് ചാമ്പേഴ്സ്. മനസ്സിലായോ? എന്താ, ബ്ലഡ് നമ്മുടെ ഓരോ ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്ന് ഹാർട്ടിലേക്ക് എത്തുകയും പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഓരോ ബോഡി പാർട്സിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് എന്ത് നടക്കുന്നത്, സർക്കുലേഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സർക്കുലേഷൻ നടക്കുമ്പോൾ, സർക്കുലേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ സെയിം എമൗണ്ട് ബ്ലഡ് 2 തവണ നമ്മുടെ ഹാർട്ട് ചാമ്പേഴ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത്, നമ്മുടെ മനുഷ്യരിലെ, നമ്മുടെ ഹ്യൂമൻസിലെ ബ്ലഡ് സർക്കുലേഷൻ എന്തെന്ന് വിളിക്കുന്നത്, ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡബിൾ സർക്കുലേഷനിലെ 2 ഭാഗങ്ങളുണ്ട്. ഡബിൾ സർക്കുലേഷൻ ദ്വിപര്യനത്തിലെ 2 ഭാഗങ്ങളാണിത്. സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് പൾമണറി സർക്കുലേഷൻ. സിസ്റ്റമിക് പര്യനവും അതുപോലെ തന്നെ പൾമണറി പര്യനവും. ക്ലിയർ ആണല്ലോ? ഡബിൾ സർക്കുലേഷനിലെ 2 ഭാഗങ്ങളാണ് സിസ്റ്റമിക്കും അതുപോലെ തന്നെ പൾമണറി. അപ്പോൾ എന്താണ് സിസ്റ്റമിക്, എന്താണ് പൾമണറി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സിസ്റ്റമിക് സർക്കുലേഷൻ. അതായത് സിസ്റ്റമിക് പര്യനം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷനാണ് ഏത്? സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്കെ, എവിടുന്ന? ഇടത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് ഏത്? സിസ്റ്റമിക് പര്യനം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് വലത് ഏട്രിയത്തിലെത്താൻ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ പോകണം? നമ്മൾ കഴിഞ്ഞ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞില്ലേ, സർക്കുലേഷൻ്റെ ഫ്ലോ ചാർട്ട്. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് നോക്കി തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ആൻഡ് നെക്സ്റ്റ് പൾമണറി സർക്കുലേഷൻ. പൾമണറി പര്യനം എവിടെ നിന്നാണ്? സ്റ്റാർട്ട് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലെഫ്റ്റ് ഏട്രിയം. വലത് വെൻട്രിക്കിളിൽ നിന്ന് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനാണ് ഏത്? പൾമണറി പര്യനം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സിമ്പിളായിട്ടൊരു ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാർട്ട് ചാമ്പേഴ്സ്. റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളും അതുപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ പി എന്നും അതുപോലെ തന്നെ എസ് എന്നും അടയാളപ്പെട്ടിരിക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ പൾമണറി പര്യനവും അതുപോലെ തന്നെ എസ് എന്നാൽ സിസ്റ്റമിക് പര്യനമാണ്. പൾമണറി സർക്കുലേഷനും അതുപോലെ തന്നെ സിസ്റ്റമിക് സർക്കുലേഷനും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിസ്റ്റമിക് സർക്കുലേഷൻ നോക്കാം അല്ലേ. സിസ്റ്റമിക് സർക്കുലേഷൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിൾ തുടങ്ങി എങ്ങോട്ട് അവസാനിക്കും? റൈറ്റ് ഏട്രിയത്തിലേക്ക് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ കൂടെ പോകുന്നുണ്ട് നമ്മുടെ സിസ്റ്റമിക് പര്യനം? ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടെത്തും? മഹാധമനി വഴി, പ്യുവർ ബ്ലഡ് മഹാധമനി വഴി, മഹാധമനി വാൾവ് തുറന്ന് മഹാധമനി വഴി നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡ് വീനക്കാവ് വന്ന് സ്വീകരിക്കും. അതായത് മഹാശിര വഴി സ്വീകരിച്ചിട്ട് എവിടെ എത്തും? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തും. നമുക്ക് ഫ്ലോ ചാർട്ട് വീണ്ടും ഒന്ന് വരയ്ക്കാം. ആദ്യം ഇതൊരു സിമ്പിൾ രൂപത്തിൽ കേട്ടോ, എവിടെ നിന്ന് എവിടേക്ക് എന്നുള്ള ഒരു സിമ്പിൾ ചാർട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് പൾമണറി. പൾമണറി സർക്കുലേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ഇൻ ലെഫ്റ്റ് ഏട്രിയം. അപ്പോൾ എങ്ങനെയാണ് പൾമണറി? ഞാൻ നേരത്തെ പറഞ്ഞു പൾമണറി എന്ന് വരുമ്പോൾ എന്താണ്, ആരുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ ലങ്സുമായിട്ട്, ശ്വാസകോശമായിട്ട് റിലേറ്റഡ് ആണ് ആര്? പൾമണറി പര്യനം. ഓക്കെ, അപ്പോൾ ഇവിടെ വലത് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ട്? ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലെത്തി നമ്മുടെ ലങ്സിന് അടയാളപ്പെട്ടിട്ടുണ്ട് കേട്ടോ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്ന സർക്കുലേഷനാണ് ഏത്? പൾമണറി സർക്കുലേഷൻ. വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലെത്തിയിട്ട് പിന്നെ അവിടുന്ന് എന്താ, ഓക്സിജനേറ്റഡ് ബ്ലഡ് പുറത്ത് വരും. അത് ആര് സ്വീകരിക്കും? പൾമണറി വെയിൻസ് സ്വീകരിച്ചിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് എന്താ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. എവിടെ നിന്നാണ് സിസ്റ്റമിക്കും പൾമണറി എവിടെ തുടങ്ങുന്നത് എവിടെ അവസാനിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോ ചാർട്ട്, സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ആ ഫ്ലോ ചാർട്ട് അല്ലെ, രക്തപര്യന വ്യവസ്ഥയുടെ ഫ്ലോ ചാർട്ട് നമ്മൾ നേരത്തെ അത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ഫ്ലോ ചാർട്ടിനെ ഞാനിവിടെ ഒരു സൈക്കിൾ പോലെയാണ് വരച്ചത്.
എവിടെ നിന്ന് അവസാനിച്ചിട്ട് അവിടേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സൈക്കിൾ രൂപത്തിലാണ് ഞാനിവിടെ വരച്ചത്. സെയിം എന്താ കണ്ടന്റ് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എന്താ വീനക്കാവ വെയിൻസ് ഊർദ്ധ മഹാസിരിയും അധോ മഹാസിരിയും ഒക്കെ ക്യാരി ചെയ്ത് വരുന്ന ഡിയോക്സിനേറ്റഡ് ബ്ലഡ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ ബ്ലഡ് ആദ്യം എത്തുന്നത് എങ്ങോട്ടാണ്? റൈറ്റ് ഏട്രിയത്തിലേക്ക് അല്ലേ. റൈറ്റ് ഏട്രിയത്തിലെ ബ്ലഡ് ഫുൾ ആയിട്ട് എങ്ങോട്ട് പോരും? ട്രൈക്കസ്പിഡ് വാൾവ് തുറന്നിട്ട് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടാ? പി വി. ഞാൻ പി വി എഴുതി പൾമണറി വാൾവിനെ കേട്ടോ ഷോർട്ട് ആക്കി എഴുതിയതാണ്. അപ്പോൾ പൾമണറി വാൾവ് തുറന്നിട്ട് നേരെ അങ്ങോട്ട് പോകും. ശ്വാസകോശ ധമനി വാൾവ് തുറന്നിട്ട് പൾമണറി ആർട്ടറിയിലേക്ക്, അതായത് ശ്വാസകോശ ധമനിയിലേക്ക് പോകും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം ബ്ലഡിനെ പൾമണറി ആർട്ടറി ശ്വാസകോശ ധമനി നേരെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? ലങ്സിലേക്ക് അല്ലെ. പൾമണറി ആർട്ടറി അതായത് ശ്വാസകോശ ധമനി നേരെ പോകുന്നത് ശ്വാസകോശത്തിലേക്ക് ആണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരുപാട് പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ ക്യാരി ചെയ്യുന്ന ആരാണ്? പൾമണറി വെയിൻസ്, ശ്വാസകോശ സിരയാണ് അല്ലെ. പിന്നെ ഈ ശ്വാസകോശ സിരയിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ലെഫ്റ്റ് ഏട്രിയം, ഇടത് ഏട്രിയത്തിലേക്ക് എത്തുകയും ആൻഡ് നേരെ എന്താവും? ബൈക്കസ്പിഡ് വാൾവ് തുറന്ന് എവിടേക്ക് എത്തും? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക്, ഇടത് വെൻട്രിക്കിളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് എന്താ? എ വി അയോട്ടിക് വാൾവ്, മഹാധമനി വാൾവ് തുറന്ന് ബ്ലഡ് എങ്ങോട്ട് എത്തും? മഹാധമനിയിലേക്ക്, അയോട്ടയിലേക്ക് എത്തും. ആൻഡ് അയോട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓരോ ബോഡി പാർട്ടിലേക്കും ഡിഫറൻസ് ബോഡി പാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നത്? ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് കേട്ടോ, ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കും. എന്നിട്ടോ അപ്പോൾ ഇവിടേക്ക് ഈ ശരീരഭാഗങ്ങളിലേക്കൊക്കെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും ആര് ക്യാരി ചെയ്യും? വീനക്കാവ് വന്നിട്ട് ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യും അല്ലെ. മഹാസിരകൾ വന്നിട്ട് എന്താ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തത്തെ വീണ്ടും ശരീരഭാഗങ്ങളിൽ നിന്ന് എന്താ ആഗിരണം ചെയ്തിട്ട് എങ്ങോട്ട് പോവും? നേരെ റൈറ്റ് ഏട്രിയത്തിലേക്ക്, വലത് ഏട്രിയത്തിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിൽ തുടങ്ങി വീണ്ടും എന്താ മഹാസിര വീനക്കാവ് വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് തന്നെ ആരെത്തുന്നുണ്ട്? ബ്ലഡ് എത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് സിസ്റ്റമിക് സർക്കുലേഷനും അതുപോലെ തന്നെ ഏതൊക്കെയാണ് പൾമണറി സർക്കുലേഷനും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പൾമണറി സർക്കുലേഷൻ നോക്കാം. ഇത് നോക്കിയാൽ പ്രശ്നം പക്ഷേ ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പൾമണറി പര്യനം നോക്കാം. പൾമണറി പര്യനം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലെഫ്റ്റ് ഏട്രിയം. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്ന സർക്കുലേഷനാണ് ഏത്? പൾമണറി സർക്കുലേഷൻ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്. ഓക്കെ, അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? പൾമണറി വാൾവ് തുറന്നിട്ട് പൾമണറി ആർട്ടറി വഴി ലങ്സിലെത്തിയിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻസ് ക്യാരി ചെയ്തിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളുള്ളത് ഡിയോക്സിനേറ്റഡ് ബ്ലഡും അതുപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നത് ഏത് ബ്ലഡുമാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ ശ്വാസകോശത്തിലെത്തി അവിടെ നിന്ന് എന്താ ഓക്സീകരിച്ച ശുദ്ധീകരിച്ച ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്ന ഈ ഫ്ലോ ചാർട്ടാണ് ഏതെന്ന് പറയുന്നത്? പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി വാൾവ് വഴി ശ്വാസകോശ ധമനിയിലേക്ക് എത്തി അവിടെ നിന്ന് ശ്വാസകോശത്തിലേക്ക് പോയിട്ട് ഓക്സിജന്റെ അളവ് കൂടിയ രക്തം ശ്വാസകോശ സിര ഏറ്റെടുത്തിട്ട് എങ്ങോട്ട് കൊടുക്കും? ഇടത് ഏട്രിയത്തിലേക്ക് കൊടുക്കും. അപ്പോൾ പൾമണറി പര്യനത്തിൽ തുടങ്ങുന്നത് വലത് വെൻട്രിക്കിളാണ്. വലത് വെൻട്രിക്കിളുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ ബ്ലഡ് ആണ്. എന്നാലും നേരെ തിരിച്ചു പോകുന്നത് എവിടേക്ക് എത്തും? ലെഫ്റ്റ് ഏട്രിയം, ഇടത് ഏട്രിയത്തിലേക്ക് എത്തുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ്. ഓക്കെ, RV ഏതാണ്? CO2 ആണ്. അതുപോലെ തന്നെ LA ഏതാണ്? O2 ബ്ലഡുമാണ്. ക്ലിയർ ആണല്ലോ. ഇതൊക്കെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. പൾമണറി സർക്കുലേഷൻ്റെ പൾമണറി പര്യനത്തിൻ്റെ ഷോർട്ട് ഫോം ആണിത്. പൾമണറി പര്യനം ഞാൻ നേരത്തെ പറഞ്ഞു, പൾമണറി എവിടെ വന്നാലും അത് ആരുമായിട്ട് റിലേറ്റഡ് ആണ്? ലങ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ പൾമണറി പര്യനം, പൾമണറി സർക്കുലേഷൻ എവിടെയാണ്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് പോയിട്ട് വീണ്ടും ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്ന സർക്കുലേഷൻ ആണ്. വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് എത്തി പിന്നീട് എന്താവും? ഓക്സീകരിച്ച ബ്ലഡ് ഇടത് ഏട്രിയത്തിലേക്ക് എത്തുന്ന പര്യനമാണ് ഏത്? പൾമണറി പര്യനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിസ്റ്റമിക് നോക്കാം. സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റാർട്ട് ഫ്രം ലെഫ്റ്റ്. ഇവിടെ പൾമണറി സർക്കുലേഷൻ എൻഡ് ചെയ്യുന്നത് ഇവിടെ അല്ലേ? ലെഫ്റ്റ് ഏട്രിയത്തിലല്ലേ? അപ്പോൾ സിസ്റ്റമിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കും? റൈറ്റ് ഏട്രിയത്തിലേക്ക് അവസാനിക്കും. സിസ്റ്റമിക് എവിടെയാണ് തുടങ്ങുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് എവിടെ എത്തും? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തും. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നത് ഏതാണ്?
O2 ബ്ലഡ് അല്ലേ, ഇവിടുന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ നേരെ പോകുന്നത് O2 ബ്ലഡ് ആണല്ലോ, ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. അവിടെ നിന്ന് അയേട്ടിക് വാൾവ് തുറന്ന് അയേട്ടയിൽ എത്തിയിട്ട് ഈ അയേട്ട എന്താവും നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യും. പിന്നെ അവിടുന്ന് എന്താവും, വീണ്ടും ഒരുപാട് മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ഒക്കെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വീനാക്കാവ ഏതൊക്കെ ഇൻഫീരിയർ വീനാക്കാവയും അതുപോലെ തന്നെ സുപ്പീരിയർ വീനാക്കാവയും വന്നിട്ട് ക്യാരി ചെയ്യും. അങ്ങനെ ക്യാരി ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡ് വീണ്ടും എവിടെ എത്തും, റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ പ്രോസസ്സ് ഇങ്ങനെ സൈക്കിളായിട്ട് പോയോണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ LV ഇടത് വെൻട്രിക്കിളിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ എത്തുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ്, എന്നാൽ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നത് ഏത് ബ്ലഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡും ആണ് എത്തുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇടത് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തും. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനി വാൾവ് തുറന്ന് രക്തം മഹാധമനിയിലേക്ക് എത്തുകയും അവിടെ നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളിലേക്ക് എത്തും. ഈ ശരീരഭാഗങ്ങൾക്ക് എത്തിയ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ വീണ്ടും എന്താവും, ഒരുപാട് പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് രൂപം കൊള്ളും. ആ കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡിനെ സ്വീകരിക്കാൻ ആര് വരും, മഹാസിര, ഊർജ്ജ മഹാസിരയും അതുപോലെ തന്നെ അധോ മഹാസിരയും വരും. ഇവരെന്ത് ചെയ്യും, ഈ കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡിനെ നേരെ വലത് ഏട്രിയത്തിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് സിസ്റ്റമിക് സർക്കുലേഷനും പൾമണറി സർക്കുലേഷനും. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ നിങ്ങൾക്ക് ഷോർട്ട് ആക്കിയിട്ട് പഠിക്കാം കേട്ടോ. ഞാനിങ്ങനെ LVRA എന്നൊക്കെ എഴുതി നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ആ ഫ്ലോ ചാർട്ട്. സിസ്റ്റമിക് സർക്കുലേഷൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്നിട്ട് ഇവിടെ വരെ വരയ്ക്കുക. ആൻഡ് പൾമണറി സർക്കുലേഷൻ്റെ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഹാർട്ടിൻ്റെ ക്രോസ് സെക്ഷനും അതിൻ്റെ പാർട്സും പിന്നെയോ നിങ്ങളുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫ്ലോ ചാർട്ടും അതുപോലെ തന്നെ ഡബിൾ സർക്കുലേഷനും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വെക്കുക. ഇപ്പോൾ ഇത്രയും ഈ 3 ടോപ്പിക്കിൽ നിർത്താൻ കാരണം ഇത് നല്ലൊരു ടഫായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനും അതുപോലെ തന്നെ നല്ല ക്വസ്റ്റ്യൻ വരാനും ചാൻസുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണോ ഡൗട്ടുള്ള ഭാഗം അവിടെ ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നോക്കി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഓരോ എക്സസൈസ് കൊടുത്തിട്ടുണ്ടല്ലേ, സയൻസ് ഡയറിയിലേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ചാർട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലോ ചാർട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ പൾമണറി സിസ്റ്റമിക്കും ഒക്കെ കറക്റ്റായിട്ട് പഠിച്ച് വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ക്ലിയർ ആണല്ലോ.